കൊലോസ് ലേഖന പഠനം ആരംഭിക്കട്ടെ. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. വേദഭാഗം ഒന്ന് വായിച്ച് മനസ്സിൽ ആ വാക്യം ഒന്ന് പരിചയപ്പെടുക. പൗലോസ് അപ്പോസ്തലൻ കൊലോസിലുള്ളവരോട് എഴുതുമ്പോൾ അവരോട് വ്യക്തമായിട്ട് പറയുകയാണ്, സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും സുവിശേഷം എത്തിച്ചത്. സുവിശേഷം സാർവലൗകികമാണ്. ഒരു പ്രദേശത്തുള്ള പ്രത്യേക വിഭാഗം മനുഷ്യർക്ക് വേണ്ടിയുള്ളതല്ല ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി. ലോകമെങ്ങും മനുഷ്യർ എവിടെയെല്ലാം ഉണ്ടോ ആ മനുഷ്യർക്കെല്ലാം രക്ഷ ആവശ്യമാണ്. എല്ലാവരും പാപത്തിലാണ്. കാരണം ദൈവവചനം വളരെ വ്യക്തമായി തന്നെ പറയുന്നു, സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരാണ്. ഇപ്പം ദൈവത്തിൻ്റെ തേജസ്സേറിയ സാന്നിധ്യമോ ദൈവത്തിൻ്റെ തേജസ്സേറിയ ഇടപാടുകളോ അനുഭവിക്കാൻ കഴിയാതെ വണ്ണം മനുഷ്യൻ പാപത്തിൽ ബന്ധിതനാണ്, തകർന്നു കിടക്കുന്നവനാണ്, ആത്മീക മരണത്തിൽ അകപ്പെട്ട് കിടക്കുന്നവനാണ്. മനുഷ്യൻ്റെ ആത്മാവുമായിട്ടാണ് ദൈവം ഇടപെടുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. അവിടെ നിന്നാണ് ചിന്തകളിലേക്കും ശരീരത്തിൻ്റെ പെരുമാറ്റത്തിലുമേക്കെല്ലാം വ്യാപരിക്കുന്നത്. ആരംഭിക്കുന്ന ഉള്ളിലാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സുവിശേഷം സർവ്വലോകത്തിലും എന്നതുപോലെ കൊലോസ്യ പട്ടണത്തിലും എത്തി. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചൊരു വാക്ക്, അവർ യഥാർത്ഥമായി ദൈവകൃപ കേട്ടറിഞ്ഞു എന്ന പ്രയോഗമാണ്. ഇപ്പൊ എല്ലാ പ്രാദേശിക ഇടവകളിൽ എന്ന പോലെ ഇവിടെയും സുവിശേഷം എത്തുക മാത്രമല്ല, അവർ സ്വീകരിച്ച സുവിശേഷം അനുസരിച്ച് അവരുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുകയാണ്. ഈ നമ്മൾ ഓരോ പ്രസ്താവനകൾ നടത്തുമ്പോൾ ഒരു ആത്മപരിശോധന നമ്മോട് തന്നെ നമുക്കുണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ വചനം കേൾക്കുന്നു, എത്ര ആയിരം ക്ലാസ്സുകൾ, വചനങ്ങൾ, വായന, വ്യക്തിപരമായ വായന, ഒരുമിച്ചുള്ള വായന, സഭയിലുള്ള കൂട്ടായ്മകൾ, ഇവിടെ എല്ലാം നമ്മൾ വചനം കേൾക്കുന്നു. ഈ വചനം ഒരു വിത്താണ്. ഈ വിത്തെന്ന വചനം നമ്മുടെ ജീവിതത്തിൽ വീഴുമ്പോൾ അതനുസരിച്ചുള്ള ഫലം നമ്മിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇവിടെ കൊലോസ്യരെ കുറിച്ച് പറയുന്നത്, നിങ്ങൾ ദൈവകൃപ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരും. അപ്പൊ അവര് ദൈവകൃപ യഥാർത്ഥമായി കേട്ടറിഞ്ഞപ്പോൾ അതവരുടെ ജീവിതത്തിൽ ഫലമുളവാക്കുന്ന അവസ്ഥയുണ്ടായി. അവരുടെ ജീവിതത്തിൽ അത് ഫലം കൊണ്ടുവന്നു. ഇപ്പൊ നമ്മോട് ദൈവം പറയുന്നത്, ഈ വാക്യം പഠിക്കുന്ന നമ്മളോട് ഇരുവായത്തിലുള്ള വാളായ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ വചനം കേൾക്കുന്നു, എന്തുകൊണ്ട് ഫലം കായ്ക്കുന്നില്ല? കൃത്യമായ ഉത്തരം വചനത്തിൽ കാണാം, നമ്മളൊന്നും കേൾക്കുകയല്ലാതെ അറിഞ്ഞിട്ടില്ല. ഇവിടെ കേട്ടറിഞ്ഞു എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. നമ്മൾ കേട്ടത് വാസ്തവത്തിൽ നമുക്ക് അറിയാമായിരുന്നുവെങ്കിൽ, ഗ്രഹിച്ചിരുന്നുവെങ്കിൽ അത് തീർച്ചയായും ഫലമായിട്ട് പുറത്തേക്ക് വന്നേനെ. അതിവിടെ സംഭവിക്കുന്നില്ല. ഇപ്പൊ സുവിശേഷം എന്ത് എന്ന് ഗ്രഹിച്ചതിന് ശേഷമാണ് അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. നമ്മൾ കേട്ടത് കൊണ്ട് പങ്കുവയ്ക്കില്ല. ഞാൻ കേൾക്കുന്ന സുവിശേഷം എന്താണെന്ന് എനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടാൽ ഈ സുവിശേഷത്തിന്റെ ആവശ്യം എനിക്ക് എത്രത്തോളം ഉണ്ട്, എനിക്ക് എത്രത്തോളം പ്രധാനമാണ് എന്നെനിക്ക് എപ്പോൾ ബോധ്യപ്പെടുമോ, നമ്മുടെ പ്രിയപ്പെട്ടവർ, ചാർച്ചക്കാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അവരുടെ ഏറ്റവും ആദ്യം പോയി അത് പറയും. ഇത് അത്രയും വിലയുള്ളതാണ്. അത് എനിക്കാദ്യം ബോധ്യപ്പെടണം. സുവിശേഷം, സത്യം, രക്ഷാ സന്ദേശം ഏറ്റവും ആവശ്യമുള്ളതാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടാൽ മറ്റുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും ചർച്ചക്കാരും ആ പടുകുഴിയിൽ, ആ ചെടിയിൽ താണുകൊണ്ടിരിക്കുക നമ്മൾ മനസ്സിലാക്കുകയും എത്രയും പെട്ടെന്ന് നമ്മുടെ അടുക്കിലേക്ക് ഈ ഒരു രക്ഷയുടെ സന്ദേശം എത്തിക്കുകയും ചെയ്യും. ഇപ്പൊ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, നാം അറിയുന്നില്ല. കേൾക്കുന്നുണ്ടാകാം, പലയിടത്തിലും നമ്മൾ കേൾക്കുന്നുണ്ടാകാം. പക്ഷെ നമ്മൾ കേൾക്കുന്നത് വാസ്തവത്തിൽ നമ്മൾ അറിയുന്നുണ്ടോ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ വരികയാണ്. വെറുതെ നമ്മുടെ ക്ലാസ്സിലിരുന്ന് കേട്ടുപോകുന്നു. പക്ഷെ കേൾക്കുന്നത്, ഇവിടെ വാക്യം പറയും നമ്മൾ അറിയുന്നുണ്ടോ എന്നൊരു ചോദ്യം വളരെ ആവശ്യമാണ്. ഇവിടെ ദൈവകൃപയുടെ സുവിശേഷം ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ അവരത് ഉൾക്കൊള്ളും. കൊലോസിലുള്ളവരുടെ പ്രാധാന്യം അതാണ്, അവരുടെ പ്രത്യേകത അതാണ്. അവരുടെ അടുക്കൽ വന്ന സുവിശേഷത്തിലുള്ള ദൈവകൃപ, സുവിശേഷത്തിലാണ് ദൈവകൃപ വരുന്നത്. ആ കൃപയെ അവർ ആരംഭത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ഉൾക്കൊണ്ടു. കാരണം ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നതും തുടരുന്നതും നിലനിൽക്കുന്നതും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ടാണെന്ന് നമുക്ക് വചനത്തിന്റെ പരിജ്ഞാനത്തിൽ അറിയാം. കൃപ എന്ന ആശയം, ഒരുപക്ഷെ ആ വാക്ക് ഉപയോഗിക്കാതെ തന്നെ ആ ആശയം ഇവിടെ നമുക്ക് പല ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കൃപ എന്ന വാക്ക് ഒരുപക്ഷെ കണ്ടില്ല, ഈ ലേഖനത്തിൽ കൃപ എന്ന വാക്കില്ലല്ലോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം. ഈ പുസ്തകത്തിൽ കൃപ എന്ന വാക്ക് എത്ര തവണയുണ്ട്, നമ്മൾ മത്സരത്തിന് പരീക്ഷയ്ക്ക് ചോദിച്ചെന്ന് വരാം. പക്ഷെ കൃപ എന്ന വാക്കിന്റെ ആശയം എന്താണ്? അതായത് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി കർത്താവ് യേശു ക്രിസ്തു ഒരു അർഹതയുമില്ലാതെ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നു. അത് തന്നെയാണ് കൃപ എന്നുള്ളത്.
ആ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയും പുനരുത്ഥാന നന്മകളും തിരിച്ചറിയുന്നതിൽ അടിസ്ഥാനപ്പെട്ടതാണ് രക്ഷ. എന്താണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തന്നത്, അതിനുവേണ്ടി തന്റെ പുത്രനെ അയച്ചത്, അത് നമ്മൾ തിരിച്ചറിയുന്നു. അതാണ് രക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പ്രധാനപ്പെട്ട വാക്യം റോമലേഖനം 3-25 വാക്യം, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഒരിക്കലും നമുക്ക് അർഹതയില്ല. കൃപ എന്ന വാക്കിന്റെ അർത്ഥം ശരിയാണ്, അർഹതയില്ല. നമുക്ക് ഒരിക്കലും യോഗ്യതയില്ല രക്ഷിക്കപ്പെടാൻ. പക്ഷെ അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്തു? തന്റെ പുത്രന്റെ രക്തം മൂലം നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമാവുകയാണ്. നമ്മുടെ സ്ഥാനത്ത് നമുക്ക് പകരം ദൈവം തന്റെ പുത്രനെ നമുക്ക് നൽകി തന്നതാണ് ഈ രക്ഷ എന്നുള്ളത്. ഇപ്പൊ നമ്മൾ എത്രത്തോളം ദൈവത്തോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോട് കടപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ നമ്മളിതൊരു ജീവിതം ദൈവം പ്രതീക്ഷിക്കുന്നു. യാതൊരു അർഹതയും യോഗ്യതയുമില്ലാത്ത നമുക്ക് വേണ്ടി ദൈവം ഇത്രമാത്രം കരുണയും കൃപയും മനസ്സിലവും കാരുണ്യവും ചൊരിഞ്ഞ് നമ്മളെ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് നമ്മളെ കോരിയെടുത്ത് കരയ്ക്ക് കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നമുക്ക് ലഭിച്ചതിനോടുള്ള നന്ദി പ്രകടനമാണ്. നമ്മൾ ലഭിച്ചതിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് എന്താണ് ലഭിച്ചത്, നമ്മൾ എവിടെയാണ്, ഞാൻ എവിടെ നിന്ന് എവിടെ വന്നു എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇനിയുള്ള ജീവിതം ജീവിക്കുന്നത്. അത് വളരെ പ്രധാനമാണ്. പലരുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവുമില്ല. കാരണം അവർക്ക് ലഭിച്ചത് എന്താണെന്നോ, ചിലർക്ക് ലഭിച്ചിട്ടുമില്ല, ലഭിച്ചെന്നുള്ള തെറ്റിദ്ധാരണയാണ്, ലഭിച്ചതനുസരിച്ചുള്ള ബോധമില്ല, അതനുസരിച്ചുള്ള ജീവിതമില്ല. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇത് വളരെ വാസ്തവമാണ്. റോമലേഖനം 10-9 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് റോമലേഖനം 10-9 വാക്യങ്ങളിൽ പറഞ്ഞ, ക്രിസ്തുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? ദൈവം തന്റെ പുത്രനായ കർത്താവ് യേശു ക്രിസ്തുവിനെ എനിക്ക് വേണ്ടി, എന്റെ പാപത്തിന് വേണ്ടി, എനിക്ക് പകരമായി പ്രായശ്ചിത്തമാകാനായിട്ട് നൽകി തന്നു. ആ ക്രിസ്തു ക്രൂശിൽ മരിച്ചു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ ഞാൻ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണമെന്ന് പറയും. അപ്പൊ പാപവിനെ പ്രാപിക്കാനുള്ള അടിസ്ഥാനമാണിത്. ഇവിടെ കൃപ എന്ന വാക്ക് വേണമെന്നില്ല, അതിന്റെ ആശയം വ്യക്തമാണ്. പാപമോചനം പ്രാപിക്കാനുള്ള അടിസ്ഥാനമാണിവ. ഇപ്പൊ മാനുഷിക പ്രവർത്തികളുടെ ഫലമല്ല എന്ന് എഫേസ്യരിലേക്ക് നമുക്കറിയാം. കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത്, മനുഷ്യന്റെ പ്രവർത്തിയുടെ ഫലമല്ല. എഫേസ്യർ 2:8-9 വാക്യങ്ങൾ. അത് തന്നെയാണ് കൃപ എന്ന വാക്കുകൊണ്ട് അർത്ഥമാകുന്നത്. നമുക്ക് ഒരിക്കലും അർഹതയില്ല, നമുക്ക് ഒരിക്കലും യോഗ്യതയില്ല. നമുക്ക് രക്ഷിക്കപ്പെടാനുള്ള യാതൊരു അർഹതയും യോഗ്യതയും വാസ്തവത്തിൽ നമുക്കില്ല. യോഗ്യതയില്ലാത്ത സ്ഥാനത്താണ് നമ്മളെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കാം. യോഗ്യതയില്ലാത്തൊരു സിംഹാസനം നമ്മളെ കൊണ്ട് പിടിച്ചുകൊണ്ട് ഇരുത്തിയിരിക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെയിരിക്കും? നമ്മളെ കൊണ്ടുവന്ന ഒരാൾ, ഈ രാജാവ് നമ്മളെ കൊണ്ട് തന്നെ സിംഹാസന അടുക്കൽ കൊണ്ട് ഇരുത്തിക്കൊണ്ടാൽ നമ്മൾ രാജാവിനെ അവിടെ നിന്ന് ചവിട്ടിക്കൊണ്ടിരിക്കും, രാജാവിന്റെ പുറത്തിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. നമ്മളെ ഇരുത്തി ഇരിപ്പിടത്തിൽ നമ്മൾ വളരെ സുരക്ഷിതമായി, വളരെ ഗൗരവത്തോടെ, ശ്രദ്ധയോടുകൂടി നമ്മൾ ഇരിക്കും. കൃപ അതാണ്. നമ്മുടെ ദൈവം ഒരു അർഹതയുമില്ലാത്ത സ്ഥാനത്ത് നമ്മളെ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ്. ഇപ്പൊ സുവിശേഷ ഭാഗങ്ങളിൽ ലൂക്കോസ് മാത്രമാണ് അതിന്റെ ഉപദേശങ്ങളിൽ കൃപ എന്ന വാക്കിന്റെ മറ്റൊരു അർത്ഥത്തിൽ അവിടെ ഉപകാരം എന്ന വാക്ക്, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്ന ലൂക്കോസ് മാത്രമാണ്. മത്തായിലും മർക്കോസിലും ഈ വാക്കിന്റെ ഉപയോഗം കാണില്ല. യോഹന്നന്റെ സുവിശേഷത്തിന്റെ ആമുഖത്ത് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു, അതിന്റെ 1-ാം അധ്യായത്തിലെ 14, 16, 17 വാക്യങ്ങളിലെ മോശ മുഖാന്തരം ന്യായപ്രമാണം വന്നു, കൃപയും സത്യം ക്രിസ്തു മുഖാന്തരം വന്നു, അവന്റെ നിറവിൽ നമുക്ക് കൃപ പ്രാപിച്ചിരിക്കുന്നു. യോഹന്ന 1:14, 16, 17 ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വാക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ മുഴുവൻ തന്റെ കൃപയുടെ പ്രതിഫലനങ്ങളാണ്. യാതൊരു അർഹതയും യോഗ്യതയുമില്ല. കുളക്കടയിൽ കിടക്കുന്ന മനുഷ്യനെ പോലെ 38 വർഷം അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്, വീട്ടുകാർക്ക് വേണ്ട, ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനെ പോലെ അവനോടാണ് ദൈവം കൃപ കാണിച്ചത്. കർത്താവിന് ഒരാളെ കാണുമ്പോൾ അവൻ എത്രമാത്രം ദാരുണമായ ദുരന്തം നിറഞ്ഞ അവസ്ഥയിലാണ് കടന്നു പോകുന്നത് എന്ന് കാണാം. പുറമെ നമ്മൾ മറ്റുള്ളവരെ കബളിപ്പിക്കാനായിട്ട്, ഇന്ന് രാവിലെ ഒരു സ്ത്രീ വന്ന് വയറൊക്കെ നിറഞ്ഞിരിക്കുന്ന സ്ത്രീയാണ്, വയറിന് ക്യാൻസറാണ്. ഞാൻ പറഞ്ഞു, ക്യാൻസർ ആണെങ്കിൽ നിങ്ങളിങ്ങനെ നടക്കില്ല. നമ്മുടെ വീട്ടിന് മുമ്പിൽ വരുന്ന പലരും നമ്മളെ കരഞ്ഞ് കളിപ്പിക്കും, പക്ഷെ കർത്താവിന്റെ മുമ്പിൽ നടക്കില്ല എന്ന് പറഞ്ഞ പോലെ. അസുഖമാണ്, ഓപ്പറേഷനാണ്. എപ്പോഴും പറയും ഓപ്പറേഷൻ ആണ്, നിങ്ങളിങ്ങനെ വീട് തോറും ഇറങ്ങി നടക്കില്ല. കള്ളം പറയും. നിങ്ങൾക്ക് ചായ കുടിക്കാൻ 10 രൂപ വേണമെങ്കിൽ ഞാൻ തരാം, പക്ഷെ കള്ളം പറഞ്ഞ് പൈസ വാങ്ങും എന്ന് പറഞ്ഞ പോലെ കർത്താവിന്റെ മുമ്പിൽ നമുക്ക് കള്ളം പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇപ്പൊ കുളക്കടവിൽ കിടക്കുന്ന 38 വർഷമായി കിടക്കുന്ന മനുഷ്യന്റെ ദുരന്തം, അവന്റെ ഭവനത്തിലും മറ്റുള്ളവരും അവനെ ഉപേക്ഷിച്ച് അവന് ആരുമില്ലാത്ത അവസ്ഥയാണെന്നുള്ളത് കർത്താവിനെ കാണാം. അവനെ ഒരിക്കലും ഇത് അർഹതയില്ല, സൗഖ്യം അവിടെയാണ് കർത്താവിനെ നീട്ടിയത്. അവരതിന്റെ വില മനസ്സിലാകും. പലർക്കും ലഭിച്ചത് എന്താണെന്ന് മനസ്സിലാകാത്തത് അവരതിനുവേണ്ടി വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നില്ല.
ഇവിടെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. അപ്പോൾ കൃപ ക്രിസ്തു മുഖാന്തരം, ക്രിസ്തുവിന്റെ ശുശ്രൂഷകൾ ഉടനീളം നമ്മൾ കാണാൻ കഴിയുന്നത് ദൈവകൃപയുടെ വ്യാപരണമാണ്, ദൈവകൃപ വ്യാപരിക്കുന്നതാണ്. അപ്പോസ്തലരുടെ പുസ്തകത്തിൽ സുവിശേഷ പ്രസംഗങ്ങൾ കാണാം. സുവിശേഷ പ്രസംഗങ്ങളുടെ ഒരു പ്രസംഗത്തിൽ ഈ കൃപ കാരീസ് എന്ന യവന വാക്ക് കാണില്ല, കൃപ എന്ന വാക്ക് കാണില്ല. പക്ഷേ ആ സുവിശേഷ പ്രസംഗം പ്രത്യക്ഷപ്പെടുന്ന, വചനത്തോടുള്ള ശുശ്രൂഷകൾ പ്രത്യക്ഷപ്പെടുന്ന, സഭാ നടപടികൾ പ്രത്യക്ഷപ്പെടുന്ന പല ഭാഗങ്ങളിലും അതിന്റെ ബന്ധം കാണാം. ഉദാഹരണത്തിന് അപ്പോസ്തലരുടെ പുസ്തകം 11 22 21 വാക്യം, പ്രവർത്തികൾ 11 22 21 പറഞ്ഞതാണ്. പ്രവർത്തികളുടെ പുസ്തകത്തിൽ സുവിശേഷ പ്രസംഗങ്ങളുണ്ട്, അപ്പോസ്തലന്മാരെ പ്രസംഗിച്ച സുവിശേഷ പ്രസംഗങ്ങളുണ്ട്. അത് 2-ാം അധ്യായം തുടങ്ങി 3-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും 8-ലും ഇങ്ങനെ പല അധ്യായങ്ങളിൽ അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങൾ, പൗലോസിന്റെ പ്രസംഗങ്ങൾ കാണും. ഈ പ്രസംഗത്തെ കൃപ എന്ന വാക്ക് കാണില്ല. പക്ഷെ പ്രവർത്തികൾ 22 23 അന്ത്യോക്യയിലുള്ള ദൈവജനത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ യെരുശലേം സഭയിൽ നിന്ന് ബർന്നബാസിനെ അയക്കുന്ന സമയം അവിടെ പറയുന്ന അവിടെയുള്ള ദൈവജനത്തെ അല്ലെങ്കിൽ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ഇപ്പൊ അന്ത്യോക്യയിലുള്ള ദൈവമക്കൾ അവിടെ ഒരു സഭ ആരംഭിച്ചു. അവിടെ ആരംഭിച്ച സഭയിലേക്ക് കടന്നുപോയ ബർന്നബാസ് അവിടെ കണ്ടത് അവിടെയുള്ള ജനങ്ങൾ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ചിന്തിച്ചു നോക്കാം, അവിടെ ചെന്നപ്പോൾ അവിടെ കെട്ടിടം കൊള്ളാം, അവിടെ പെയിന്റ് കൊള്ളാം, അവിടെ കിടക്കുന്ന കട്ടനുകളൊക്കെ നല്ലതാണ്, കസേരകളുടെ വില കൂടിയതാണ്, ഇവിടെ ആൾക്കാരുടെ സാമ്പത്തിക നില വളരെ ഉന്നതമാണ്. ഇതൊന്നും കണ്ടിട്ടല്ല സന്തോഷിച്ചത്. അവിടെ പറയുന്നത് അവിടെ ബർന്നബാസ് അവിടെ ചെന്നപ്പോൾ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ദൈവകൃപ കണ്ട് സന്തോഷിച്ചെന്ന് മാത്രമല്ല, ഇവിടെ തുടർന്ന് എഴുതിയിരിക്കുന്നതിന്റെ 23-ാം വാക്യത്തില് അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ച് എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. ഇപ്പൊ കാണാൻ കഴിയും ദൈവകൃപ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവകൃപ ഉള്ള വ്യക്തിയാണെന്ന് ആ വ്യക്തിയോട് ഇടപെടുമ്പോൾ അറിയാൻ പറ്റും, വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും. ദൈവകൃപയുള്ള വ്യക്തിയാണോ, ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുന്ന വ്യക്തിയാണോ, തന്റെ രക്ഷയുടെ തനിക്ക് അർഹതയില്ലാത്ത രക്ഷ നിനക്ക് ക്രിസ്തുവിലൂടെ ലഭിച്ച അനുഭവത്തെക്കുറിച്ച് ബോധമുള്ള മനുഷ്യനാണോ, തന്റെ ഇടപാടുകൾ, പ്രവർത്തികൾ, കാര്യങ്ങളിലെല്ലാം ഞാൻ ദൈവകൃപയിലാണ് ജീവിക്കുന്നത്, എനിക്ക് ഒന്നിനും പ്രശംസിക്കാൻ അർഹതയില്ല എന്ന തിരിച്ചറിവിൽ ജീവിക്കുന്ന വ്യക്തിയുടെ വാക്കുകളും പെരുമാറ്റങ്ങളും ഇടപാടുകളും കാണുമ്പോൾ അറിയാം ആ വ്യക്തി ദൈവകൃപ എന്താണെന്ന് അനുഭവിക്കുന്ന വ്യക്തിയാണ്. പ്രസംഗിക്കുകയല്ല, അനുഭവിക്കുന്ന വ്യക്തിയാണ്. കൂടാതെ പ്രവർത്തികൾ 13:43 അപ്പോസ്തലരുടെ പുസ്തകം 13-ാം അധ്യായം 41-ാം വാക്യത്തിൽ പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലെ ഭക്തിയുടെ യഹൂദ മതാനുസാരികളിൽ ചിലർ പൗലോസിനെ ബർന്നബാസിനെ അനുഗമിച്ചു. അവർ അവനോട് സംസാരിച്ച് ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. ചിന്തിക്കേണ്ട വാക്യങ്ങളാണ്. അവരോട് പറഞ്ഞാൽ നിങ്ങൾ ദൈവകൃപയിൽ നിലനിൽക്കണം, ദൈവകൃപ കിട്ടുന്ന വിധത്തിൽ ജീവിതം ക്രമീകരിക്കാൻ പഠിക്കണം. നിങ്ങളുടെ കഴിവും അധ്വാനം കൊണ്ട് ഒന്നും ശ്രമിക്കരുത്, നേടാൻ ശ്രമിക്കുന്നു വിചാരിക്കരുത്, നടക്കില്ല. മക്കോദോന്യ സഭയ്ക്ക് കിട്ടിയ ദൈവകൃപ നമ്മൾ പറയും, അവർക്ക് ദൈവത്തിൽ ഇത്ര നൽകാൻ കഴിഞ്ഞ് അവരുടെ മേൽ ദൈവത്തിന്റെ കൃപയുണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞ് നിങ്ങൾ ദൈവകൃപയിൽ നിലനിൽക്കണം. ദൈവകൃപ ലഭിക്കുന്ന ദൈവത്തിന്റെ സഹായം നിങ്ങൾക്ക് സ്വന്തമായി കഴിയാത്ത സമയത്ത് ദൈവം നിങ്ങൾക്ക് സഹായം തരും. പ്രതികൂലങ്ങൾ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ തോറ്റ് തുന്നം പാടണമെന്ന് വിചാരിക്കുന്ന സമയത്ത് കൃപ നൽകിയിട്ട് പറയും മുന്നോട്ട് പോകാൻ പറയും. അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടത്തക്ക രീതിയിൽ ജീവിക്കാനാണ് പറയുന്നത്. 13:43 14-ാം അധ്യായത്തിന്റെ 3:26 വാക്യം പ്രവർത്തന പുസ്തകം. അപ്പൊ ഇവിടെ പ്രസംഗങ്ങളിലൊന്നും കൃപയെന്ന വാക്ക് കാണില്ല, പക്ഷെ അവിടെ സഭയെക്കുറിച്ച് കാണുമ്പോൾ ഇത് കാണാം. അപ്പോസ്തലരുടെ പുസ്തകം 14-ാം അധ്യായം 3-ാം വാക്യത്തിൽ എന്നാൽ വളരെ കാലം അവിടെ പാർത്ത് കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അവൻ തന്റെ കൃപയുടെ വചനത്തിൽ സാക്ഷി നിന്ന് ഇവിടെ കയ്യിൽ അടയാളങ്ങൾ അത്ഭുതം ഉണ്ടാകാൻ വരം നൽകി. ഇക്കോനിയിൽ വെച്ചാണ് അവിടെ പറയുന്ന അവർ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. ദൈവകൃപയുടെ വചനം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വചനം എന്നത് വലിയ കൃപയാണ്. രാവിലത്തെ ക്ലാസ് നമ്മൾ കണ്ടു. പക്ഷേ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവത്തിന്റെ വെളിപാട്. പക്ഷെ ആവശ്യമായ ഏറ്റവും വലിയ കാര്യമാണ് ദൈവത്തിന്റെ വെളിപാട്, ദൈവത്തിന്റെ വചനം. അത് നമുക്കില്ലായിരുന്നുവെങ്കിൽ, ഭൂമുഖത്ത് ദൈവത്തിന്റെ വചനം ഇല്ലായിരുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ, നമ്മുടെ അതേനയിലെ മനുഷ്യരെ പോലെ അജ്ഞാദേവന് ബലിക്കലുണ്ടാക്കുന്ന തരത്തിൽ വിഗ്രഹങ്ങളുടെ, ജന്തുക്കളുടെ, ഇഴജന്തുക്കളുടെ, കാട്ടുജാതി മൃഗങ്ങളുടെയും എല്ലാം മുമ്പിൽ കവട് വീണ് കിടക്കുമായിരുന്നു. ഈ സത്യദൈവത്തെ അറിയാനുള്ള കൃപ ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ, ഇത് കൃപയാണ്, ദൈവത്തിന്റെ വെളിപാടാണ്, സ്വർഗത്തിൽ നിന്നുള്ള പ്രകാശമാണ്. ഈ പ്രകാശം നമുക്കില്ലായിരുന്നുവെങ്കിൽ ഇരുട്ടിൽ നമ്മൾ തപ്പിത്തടഞ്ഞ് നടന്നേനെ. ജീവിതം എന്തെന്നറിയില്ല, സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്നറിയില്ല, മാതാപിതാക്കളോട്, കുഞ്ഞുങ്ങളോട്, മറ്റുള്ളവരോട്, വിശ്വാസികളോട് എങ്ങനെ പെരുമാറണമെന്നറിയില്ല. സാമൂഹ്യ ജീവിതം തകർന്ന് താറുമാറായേനെ. ഈ വെളിച്ചം, വചനത്തിന്റെ വെളിച്ചം നമുക്കില്ലായിരുന്നെങ്കിൽ ഇരുട്ടത്ത് കിടന്നേനെ, നരകത്തിന്റെ തീപ്പൊയ്യിലേക്ക് നമ്മൾ പോയേനെ. പക്ഷെ അതിനാണ് ദൈവമൊക്കെ വെളിച്ചം തന്ന്, ഡിവൈൻ എൻലൈറ്റ്മെന്റ്, ഇല്യൂമിനേഷൻ, ദൈവികമായ പ്രകാശം ഉയരത്തിൽ തന്നു. സംഗീതക്കാരൻ പറഞ്ഞ പോലെ ഞങ്ങൾ നിന്റെ പ്രകാശത്തിൽ പ്രകാശം കാണും. ദൈവത്തിന്റെ പ്രകാശമാണ് വചനം.
അതിലൂടെയാണ് നമുക്ക് കാര്യങ്ങൾ കാണുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടു പ്രവർത്തന പുസ്തകം 14:3 ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അവിടെ പോയിരിക്കും മര്യാദ കസേരി. അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യോക്യയിലേക്ക് പോയി. ഞങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ പരിമേൽപ്പിച്ചയച്ചത് അവിടെ നിന്നായിരുന്നുവല്ല. മിഷണറി യാത്ര ആരംഭിച്ചത് അന്ത്യോക്യയിൽ നിന്നാണ്. ദൈവകൃപയിൽ പരിമേൽപ്പിക്കപ്പെട്ടാണ് അവർ യാത്ര തുടങ്ങിയത്. അവിടേക്ക് അവർ തിരിച്ചെന്ന് റിപ്പോർട്ട് ചെയ്തു. ദൈവകൃപ നമ്മുടെ കഴിവുകൊണ്ട്, ശ്രമം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, പുണ്യം കൊണ്ട്, ശ്രേഷ്ഠത കൊണ്ട് ദൈവത്തിന്റെ ഒരു കാര്യങ്ങളും നടത്താൻ പറ്റില്ല. ഏത് കാര്യങ്ങൾ സംഭവിക്കണേ ദൈവകൃപ വേണം. അതാണ് 14-ാം അധ്യായം 3-26 വാക്യം. ദൈവകൃപയിൽ പരിമേൽപ്പിക്കപ്പെട്ട് യാത്ര ആരംഭിച്ച അന്ത്യോക്യയിലേക്ക് അവർ മടങ്ങിപ്പോയി. 15-ാം അധ്യായം 11-ാം വാക്യം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം 11-ാം വാക്യം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും എന്ന് നാം വിശ്വസിക്കുന്ന പോലെ അവരും വിശ്വസിക്കുന്നു. പ്രജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം കടന്നതിനെ കുറിച്ച് വിവരിക്കുമ്പോൾ അപ്പോസ്തലന്മാർ കൃത്യമായി പറയും, അവർ വിശ്വസിക്കുന്ന ഇതേ കാര്യമാണ്. അധ്വാനം കൊണ്ടല്ല, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല, കൃപയാൽ ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ നാം രക്ഷ പ്രാപിക്കുന്നവർ വിശ്വസിക്കുന്നു. 15-ാം അധ്യായം 39-40 പ്രവർത്തികളുടെ പുസ്തകം. പ്രവർത്തികൾ 15-39-40. പൗലോസ് തീലോസിനെ തെരഞ്ഞെടുത്ത സഹോദരന്മാരാൽ കർത്താവിന്റെ കൃപയിൽ പരിമേൽപ്പിക്കപ്പെട്ടിട്ട് യാത്ര പുറപ്പെട്ടു. ഇവിടെ എല്ലാം കാണാം. അപ്പോസ്തലരുടെ പ്രവർത്തികളും എല്ലാം കൃപയാലാണ്. 18-27 കൂടെ നമുക്ക് വായിക്കാം. ഒരു 2 വാക്യം. 18-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. ഇവിടെ നമ്മൾ കാണുന്ന ഇപ്രകാരമാണ്. 18-ാം അധ്യായത്തിന്റെ അപ്പോസ്തലരുടെ പുസ്തകം 18-ാം വാക്യം. ഇവിടെ അപ്പൊല്ലോസിനെ കുറിച്ചാണ് ദൈവകൃപയിൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നവൻ എന്നിവിടെ പറയുന്ന വാക്യം. ദൈവകൃപയിൽ വിശ്വസിച്ചവർ. ഇപ്പൊ കൃപ 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 പ്രസംഗത്തിലൊന്നും ഈ വാക്ക് കാണില്ല. സഭയുടെ പല കാര്യങ്ങളും നോക്കുമ്പോൾ കൃപയിൽ പരിമേൽപ്പിക്കപ്പെട്ട് കൃപയാലാണ് ആരംഭിച്ചത് എന്ന് കാണാം. പ്രവൃത്തി 20-24. അപ്പോസ്തലരുടെ പുസ്തകം 20-24 എഫെസ്യരിലെ മൂപ്പന്മാരെ വിളിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ സംസാരിക്കുമ്പോൾ 24-ാം വാക്യം ഇങ്ങനെ പറയും: ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവ് യേശു എന്ന ശുശ്രൂഷയിൽ തികയ്ക്കണം എന്ന് എനിക്കുണ്ട്. ദൈവകൃപയുടെ സുവിശേഷം, ദൈവകൃപ എത്ര പറഞ്ഞാലും ഇത് മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ കൊലോസിലുള്ളവർക്ക് മനസ്സിലായി. അതാണ് നമ്മുടെ മുമ്പിലുള്ള ചലഞ്ച്. കൊലോസിലുള്ളവർക്ക് ദൈവകൃപ എന്തെന്ന് മനസ്സിലായി. എത്ര വാക്യം നമ്മൾ പറഞ്ഞാലും നമുക്കത് മനസ്സിലാക്കണമെന്നില്ല. നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാകാത്തത് കൊണ്ടാണ്. 32-ാമത്തെ വാക്യം 20-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടി അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിനും അവന്റെ കൃപയുടെ വചനത്തിൽ ഞാൻ നിങ്ങളെ പരിമേൽപ്പിക്കും. എഫെസ്യരിലെ മൂപ്പന്മാരെ പൗലോസ് വരമേൽപ്പിച്ചത് അവരുടെ കൃപയുടെ വചനത്തിലാണ്. അപ്പൊ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സുവിശേഷ പ്രസംഗങ്ങളിൽ കൃപ എന്ന വാക്ക് കാണുന്നില്ല. പക്ഷേ ആ സന്ദേശങ്ങൾ പാപമോചനം, രക്ഷ, ക്രിസ്തുവിന്റെ നാമത്താലുള്ള നീതീകരണം എന്നിവയാണ്. അതാണ് ദൈവകൃപ. നമുക്ക് അർഹതയില്ല. ലോകരക്ഷകനായ കർത്താവ് യേശു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീരുവാൻ, പ്രായശ്ചിത്ത ബലിയായി തീരുവാനായിട്ട് നമ്മൾ എന്ത് കണ്ടിട്ടാണ്, നമ്മൾ എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ് നമ്മെ ദൈവത്തിന്റെ മക്കളും മകനും മകളുമായി തിരഞ്ഞെടുത്തത്? ഇവിടെ പാപങ്ങൾ കളയപ്പെട്ട് നമ്മൾ എന്തുണ്ടായിട്ടാണ്? കൃപ എന്ന് പറഞ്ഞാൽ അതാണ്. പ്രവൃത്തി 3:19 കാണുന്നത്, 4:12 കാണാം. ചില വാക്യങ്ങൾ വായിക്കാതിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ നമ്പറുകളായിട്ട് കിടക്കും. നമ്പറുകളായി കിടന്നിട്ട് നമുക്ക് എന്ത് പ്രയോജനം കിട്ടാനാണ്? പ്രവർത്തന പുസ്തകം 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ അവിടെ പറയുന്ന ഇപ്രകാരമാണ്: ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാനി കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുകയും എന്നാൽ കർത്താവിന്റെ സമുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരും. ഇപ്പൊ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ആശ്വാസം വരുമെന്ന് പറയുന്നു. അത് കൃപയാണ്. നമുക്ക് ആശ്വാസത്തിന് അർഹതയില്ല. 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ മറ്റൊരുത്തിൽ രക്ഷയില്ല എന്ന് പറയുന്ന വാക്യം നമുക്കറിയാം. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. രക്ഷ കിട്ടിയത് നമുക്ക് കൃപയാലാണ്. 10-ാം അധ്യായം 43-ാം വാക്യം പ്രവർത്തിയുടെ പുസ്തകം 10-ാം അധ്യായം 43-ാം വാക്യം വേഗത്തിൽ പോയി എന്നുള്ളവരോട് കേൾക്കാതിരിക്കരുത്. നിങ്ങൾ ഒന്ന് പുറകോട്ട് വന്നാൽ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിരുന്നിട്ട് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കേൾക്കണമെന്ന് തോന്നി പുറകോട്ട് നോക്കിയത് കേൾക്കാൻ പറ്റും. ഒരു വേഗത്തിൽ പോയാലും നഷ്ടമൊന്നുമില്ല. 10-43 ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തലരുടെ പുസ്തകം 10-ാം അധ്യായം 43-ാം വാക്യത്തിൽ അവരിൽ വിശ്വസിക്കുന്ന ഏവരും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാർ സാക്ഷ്യം പറയുന്നു. പാപമോചനം അതിനേക്കാളും വിലയേറിയ സമ്പത്ത് വേറെ എന്തുണ്ട്? എത്ര കോടീശ്വരനെ അസല തലയ്ക്ക് വെടിവെച്ച് മരിക്കേണ്ടി വരുന്നില്ലേ? 10,000 കോടിയാണ് സ്വത്ത്. പാപമോചനം പ്രാപിച്ചൊരു മനുഷ്യൻ, നിത്യതയുടെ അവകാശം, സ്വർഗീയമായ തേജസ്സിന്റെ അവകാശം പ്രാപിച്ചൊരു മനുഷ്യൻ, അങ്ങനെ ചിന്ത പോലും മനുഷ്യന് വരില്ല. ഏറ്റവും വലിയ സ്വത്ത് എന്താണ്? ജീവിതം ശരിക്ക് കാണാൻ കഴിയുന്ന ബോധം എന്താണ്? ഏറ്റവും വലിയ വെളിച്ചം എന്താണ്? ജീവിതത്തിന്റെ അന്തസ്സത്തെന്ന് പഠിക്കുന്ന വിഷയം. പാപമോചനം പ്രാപിച്ച ദൈവത്തിന്റെ മകനും മകളുമായി തീർന്ന നിത്യതയുടെ അവകാശിയായി മാറുക കൃപയാണത്.
13 26 39 വാക്യങ്ങളിൽ പ്രവർത്തന പുസ്തകം 13 അധ്യായം 26 വാക്യം, സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരുമായുള്ളവരെ നമുക്കാകുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. ദൈവനെ കേൾക്കാൻ കൃപ ലഭിച്ചവർ എത്ര പേരുണ്ട്? പ്രസംഗം കേൾക്കുന്നവരല്ല, ദൈവകൃപയുടെ വചനത്തെ ശരിയായി മനസ്സിലാക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അതൊരു കൃപയാണ്. സംഭാവന നൽകാൻ കൃപ കിട്ടിയെന്ന് പറയുമ്പോൾ ദൈവം പിന്നെ വചനം മനസ്സിലാക്കാൻ കൃപ തരാതിരിക്കും. ഏറ്റവും വലുത് വചനമാണ്. ഏറ്റവും വലിയ ഉപമ അതാണ്. എങ്ങനെ കേൾക്കുന്നു എന്ന് ശ്രദ്ധിച്ചു കൊള്ളുകയും, കേൾക്കുന്ന വചനം മനസ്സിലാക്കാൻ കഴിയുന്ന ദൈവകൃപയാണ്, വിദ്യാഭ്യാസം കൊണ്ടല്ല. ദൈവകൃപയാലാണ് കേൾക്കുന്ന വചനത്തിന്റെ പൊരുള് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ 39 വാക്യം, പ്രവൃത്തികൾ 13, അവിടെ പറയുന്നത്, മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുത്തുവാൻ കഴിയാത്ത സകലത്തിൽ നിന്ന് വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു. അത് കൃപയാണ്. കുറ്റമില്ലാത്തവരെ ദൈവം നമ്മെ തന്റെ മുമ്പിൽ നിർത്തുകയാണ്, കാണുകയാണ്. നാം ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റത് കൊണ്ട്, ക്രിസ്തുവിനെ ധരിച്ചത് കൊണ്ട് ദൈവം നമ്മെ നീതീകരിച്ചെന്ന് പറഞ്ഞാൽ കുറ്റമില്ലാത്തവരായി നമ്മളെ കാണുന്നു. കുറ്റമില്ലാത്തത് കൊണ്ടല്ല, നാം ക്രിസ്തുവിനെ ധരിച്ചത് കൊണ്ട്, ക്രിസ്തുവിന്റെ ചേരുവാൻ സ്നാനമേറ്റത് കൊണ്ട്. അത് തന്നെയാണ് 16 31 കരാഗ പ്രമാണിയോട് പറഞ്ഞത്. 31 32 28 16 അന്യാസോട് പറഞ്ഞു. ഇപ്പൊ യേശുവിലൂടെയുള്ള പാപമോചനം ദൈവമൊരുക്കിയ എല്ലാ കാര്യങ്ങളും ദൈവകൃപയാണ്. അപ്പൊ ഇവിടെ അപ്പോസ്തലൻ സാക്ഷ്യപ്പെടുത്തുന്നു, കൊലോസയിലെ ദൈവവചനം, ദൈവജനം ഈ കൃപ അറിഞ്ഞവരാണ്. ഈ കൃപ അവരറിഞ്ഞു. ഈ വാക്യങ്ങൾ നമ്മൾ കൃപ അറിഞ്ഞു തരുമ്പോൾ നമ്മൾ ഉടനെ ഈ പറഞ്ഞ വാക്യങ്ങളെല്ലാം മനഃപ്പാഠമായിട്ട് പറയും. ഇത് കൃപയെക്കുറിച്ച് പറഞ്ഞ എല്ലാ വാക്യങ്ങളും, ബൈബിൾ ഒരു 150 വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളെല്ലാം മനഃപ്പാഠമായിട്ട് പറഞ്ഞിട്ട് പറയും, ഞാൻ കൃപ എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞില്ല, നിനക്ക് ഇപ്പോഴും കൃപ എന്തെന്ന് അറിയില്ല. ഈ വാക്യങ്ങൾ നിനക്ക് മനഃപ്പാഠമായിട്ട് പറയാനൊരു കൃപ കിട്ടി, പക്ഷെ ശരിയാണ്. പക്ഷെ അത് കൃപ എന്നുള്ളതിന്റെ അർത്ഥം അറിഞ്ഞു എന്നതുകൊണ്ടല്ല, നീ മനഃപ്പാഠം പഠിച്ചതാണ്. നിനക്ക് വാസ്തവത്തിൽ കൃപ എന്തെന്ന് അറിയാമെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. ഇവിടെ പൗലോസ് കൊലോസ്യരോട് പറയും, നിങ്ങൾ കേട്ടറിഞ്ഞ വാക്ക് നമ്മൾ കഴിഞ്ഞ പറഞ്ഞതാണ്. പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വീണ്ടും പറയുമെന്ന് പറഞ്ഞു. കേട്ടറിഞ്ഞു എന്ന വാക്ക് ബുദ്ധിപരമായ ഒരു കാര്യം അറിയുക, ഗ്രഹിക്കുക എന്നതിൽ ഉപരിയായിട്ടുള്ളതാണ്. ഇറ്റ്സ് മോർ ദാൻ നോയിങ് ഇന്റലക്ച്വലി ഓർ അണ്ടർസ്റ്റാൻഡിങ് സംതിങ്. ബുദ്ധി തരുന്ന നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നമുക്ക് ബുദ്ധിയുണ്ട്. കുഞ്ഞിലെ നമ്മൾ പഠിച്ചതിലൂടെ ബുദ്ധി വികാസനം പ്രാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ പ്രായമാകുന്നവർ കൂടുതലായിട്ട് അറിയാൻ കഴിയും. അങ്ങനെയുള്ള അറിവിനെ കുറിച്ചല്ല കൃപ കേട്ടറിഞ്ഞു എന്ന് പറയുന്നത്. ഇത് പൂർണ്ണമായ അറിവുണ്ട്. ഒരു വിഷയത്തെക്കുറിച്ച് പൂർണ്ണമായി അറിയുക, അത് പഠനത്താലും അനുഭവത്താലും കൈവരിക്കുകയാണ്. പഠനം മാത്രമല്ല, അത് അനുഭവമാകണം, പ്രാക്ടിക്കലായി മാറണം. പ്രാക്ടിക്കലായിട്ടാണ് അറിവ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഒരു 5 ചട്ടി സിമെന്റ്, 10 ചട്ടി മണ്ണ്, 10 ചട്ടി മെറ്റല്, അനാവശ്യമായ കമ്പിയെല്ലാം ചേർത്ത് വാർത്താൽ നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്യാമെന്ന് പഠിച്ചു എഞ്ചിനീയറിംഗ് ക്ലാസ്സിൽ. പക്ഷെ അത് പ്രാക്ടിക്കൽ ഫീൽഡിൽ വന്ന് പഠിത്തപ്പോഴാണ് മനസ്സിലായത് അത് മാത്രം പോരാ, അത് എന്നും 3 പ്രാവശ്യം നനച്ചു കൊടുക്കണം. അനുഭവത്തിലൂടെ പഠിക്കുന്നൊരു പാഠമുണ്ട്. കൃപയെക്കുറിച്ച് ബുദ്ധിതലത്തിൽ കൃപയുടെ വാക്യങ്ങളെല്ലാം പഠിച്ചു, എന്റെ വിഷയങ്ങൾ പഠിച്ചു, എന്റെ കോണ്ടെക്സ്റ്റ് പഠിച്ചു, പശ്ചാത്തലം പഠിച്ചു. പക്ഷെ അനുഭവത്തിൽ കിട്ടുന്ന കൃപയുടെ അനുഭവത്തിലൂടെ അനുഭവിക്കണം. നോയിങ് കംപ്ലീറ്റ്ലി ബിക്കോസ് ഓഫ് ടീച്ചിങ് ആൻഡ് എക്സ്പീരിയൻസ്. കൊലോസിലുള്ളവർ അനുഭവിച്ചറിഞ്ഞതാണ് കൃപ. അപ്പോസ്തലൻ പറയുന്ന ഒരു അടിസ്ഥാന വസ്തുതയുടെ പൂർണ്ണമായ ഉൾക്കൊള്ളൽ, പൂർണ്ണമായി ഉൾക്കൊള്ളുക, തന്നിലേക്ക് ഉൾക്കൊള്ളുകയാണ്. പ്രസംഗത്തിലൂടെ ആദ്യം നമ്മുടെ മുമ്പിൽ വരും, പക്ഷെ അത് ഉള്ളിലേക്ക് ഉൾക്കൊള്ളണം. അതാണ് കൊലോസിലുള്ളവർ കിട്ടിയ കൃപ. പുതിയ നിയമത്തിൽ ഈ വാക്കിന്റെ ഉപയോഗം പൊതുവായി പരാമർശിക്കുന്നത് പരിജ്ഞാനം, ആത്മീകമായി അറിയുക എന്നതാണ്. ഉദാഹരണത്തിന് റോമർ 1:28, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ല. ദൈവത്തെക്കുറിച്ച് നമുക്ക് നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് 10 പേജ് എഴുതി വെച്ചിട്ടുണ്ട്. ദൈവം ദൈവം ദൈവം. ദൈവത്തെക്കുറിച്ചുള്ള വചനങ്ങളും വെളിപാടുകളെ കുറിച്ചുള്ള വാക്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ വ്യക്തിക്ക് 10 പേജ് ദൈവത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിലും ഈ വ്യക്തി ഇപ്പോഴും ദൈവത്തെ അറിയില്ല. ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാകില്ല. അപ്പൊ പൗലോസ് പറയുന്നത് ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ, അത് എടുത്ത് ധരിക്കുന്ന അവസ്ഥ ദൈവപരിജ്ഞാനം. ദൈവത്തെക്കുറിച്ച് അനേക വാക്യങ്ങൾ അറിയാം. അനേക പ്രാസംഗികരുടെ അവസ്ഥ ഇതാണ്. നീണ്ട പ്രസംഗം, കുറേ വാക്യങ്ങൾ, പക്ഷെ പറയുന്ന വിഷയം അവരെ അനുഭവിച്ചിട്ടില്ല. തലയിൽ മുടിയില്ലാത്ത മനുഷ്യൻ തലയിൽ മുടി വളരാനുള്ള മരുന്ന് വിൽക്കുന്നത് പോലെയാണ്. ഈ മരുന്നിന്റെ പ്രയോജനം തന്റെ സ്വന്തം തലയിൽ ഉപയോഗിച്ച് അനുഭവിച്ചിട്ടില്ല. അനേകം ആൾക്കാർ ഇന്ന് വിൽക്കുകയാണ് ദൈവത്തിന്റെ പ്രസംഗം. ജീവിതത്തിൽ നിന്ന് അനുഭവമല്ല. ആദ്യം അനുഭവമായി വരുമ്പോഴാണ് ആ വിഷയം ഞാൻ അറിയുന്നത്.
എഫെസ്യർ 1:17 നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക്, അവിടെ പൗലോസ് ഇതാണ് പ്രാർത്ഥിച്ചത്, ദൈവം നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ തരണം. നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് വെറും പ്രസംഗമല്ല, മനഃപ്പാഠമാക്കിയ വേദഭാഗങ്ങളല്ല, നിന്നെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവ് എനിക്ക് തരണം. അങ്ങനെ എനിക്ക് നിന്നെ അറിയാൻ കഴിയണം. അനുഭവത്തിലൂടെ എനിക്ക് നിന്നെ അറിയാൻ കഴിയണം. ചിലപ്പോൾ തീച്ചുളെ കൊണ്ടിടും, സുഖക്കുഴിയിൽ കൊണ്ടിടും, ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ കൊണ്ടിടും. അവിടെ വെച്ച് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ, അനുഭവിക്കാൻ നിങ്ങൾക്കും എനിക്കും കഴിയുമ്പോൾ ഞാൻ പറയും, യോബ് പറഞ്ഞ പോലെ ഇതുവരെ ഒരു കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഞാൻ ശരിക്കും അറിയും. എൻ്റെ കൂടെയുള്ളത് ആരാണെന്ന് ഈ ചാരത്തിലിരിക്കുന്ന എല്ലാവരും ഉപേക്ഷിച്ച് അപമാനിച്ച് കളിയാക്കി ഒറ്റപ്പെടുത്തിയ ഞാനിപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അറിയുന്നു. ഇതുവരെ ഞാൻ നീണ്ട പ്രസംഗം നടത്തിയ ദൈവ സാന്നിധ്യം ഇപ്പോൾ ഞാൻ അറിയുന്നു. അതുകൊണ്ടാണ് കഷ്ടതയിൽ ഇരിക്കുന്നവർ ഗുണമാകുന്നത്. എഫെസ്യർ 4:12 അത് നാം എല്ലാവരും വിശ്വാസത്തിൽ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത. കർത്താവ് യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മൾക്ക് കിട്ടണം. പ്രസംഗങ്ങളും വാക്യങ്ങളുമല്ല, ഇത് കേട്ടറിയിക്കുന്ന വാക്ക്. കൊലോസ് കൂടുതൽ വിശദീകരിക്കുന്നില്ല. കൊലോസ് 3:10 നിങ്ങൾ പഴയ മനുഷ്യരുടെ പ്രവൃത്തികളിലൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യൻ. സ്നാനപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ ഈ അറിവ്, പരിജ്ഞാനം കിട്ടുകയുള്ളൂ. ബുദ്ധിതലത്ത് കിട്ടുന്ന അറിവല്ല ഇത്, ഇന്റലക്ച്വൽ അല്ല ഇത്. പുതിയ മനുഷ്യനുള്ളതാണ് ഈ പുതിയ അറിവ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് പുതുതായി തീർന്ന ഒരു മനുഷ്യന് മാത്രം കിട്ടുന്നതാണ് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. വീണ്ടും ജനിച്ചൊരു ദൈവ പൈതൽ, പരിശുദ്ധാത്മന ഉള്ളിൽ ദാനമായി കിട്ടിയ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവം തന്നെ ആത്മാവിനെ കൊടുക്കുന്ന അറിവാണ് തന്നെക്കുറിച്ചുള്ള അറിവ്. ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും നിലവിളിക്കുകയും ചെയ്യണം, ഇത് എനിക്കൊന്ന് മനസ്സിലാക്കി തരണേ. 1 Timotheus 2:4 ദൈവത്തിന്റെ ഹിതം ഇതാണ്, സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തും. സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാൻ നമ്മൾ വളരെ വഞ്ചിക്കപ്പെടുന്ന ഈ മേഖലകളാണ്. അറിയാം അറിയാം അറിയാം, പക്ഷെ വാസ്തവത്തിൽ ഒന്നും അറിയില്ല. അറിയുന്നവർ പറയും എനിക്കൊന്നും അറിയില്ല. കൊലോസിലുള്ളവർ ക്രിസ്തുവിന്റെ സന്ദേശം കേൾക്കുകയും ജീവിതത്തിൽ, ശ്രദ്ധിക്കുക, ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്തു. പ്രായോഗികമാക്കുമ്പോഴാണ് ഈ വെള്ളത്തിൽ മീൻ കിട്ടില്ലെന്ന് പഠിച്ചത്. പക്ഷെ അതേ വെള്ളത്തിൽ തന്നെ കർത്താവിന്റെ വചനമനുസരിച്ചപ്പോൾ അതേ വെള്ളത്തിൽ തന്നെ ഫലമുണ്ടായി. ഇപ്പൊ കർത്താവിന്റെ വചനമാണ് കാര്യങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് എന്ന അനുഭവത്തിലൂടെ പഠിച്ചു. വലയിറക്കാൻ പറ്റില്ല എനിക്ക് മേലെ, എനിക്ക് ക്ഷീണമാണ്, ശരീരം മുഴുവൻ അസുഖമാണ്, എനിക്ക് പറ്റില്ല വെള്ളത്തിൽ വലയിറക്കാൻ. വേണ്ട, നിനക്ക് അനുഭവമില്ല. ജീവിതത്തിൽ അനുഭവം ഉണ്ടാകണം. ദൈവം നമ്മുടെ കൂടെയുള്ളത്. 1-ാം പ്രതിവാദത്തിൽ എല്ലാവരും എന്നെ കൈവിട്ടു, പക്ഷെ കർത്താവിന്റെ കൂടെ നിന്നു എന്നെ കൊണ്ട് തന്റെ പ്രസംഗം നിവർത്തിയത് അനുഭവമാണ്. കല്ലേറ് കൊണ്ട് ചത്തു എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടിട്ട് പോയ മനുഷ്യൻ ഒരു പക്ഷെ അവിടെ വെച്ചായിരിക്കും 3-ാം സ്വർഗത്തോളം ദർശനത്തിൽ കയറിപ്പോയത്. അനുഭവത്തിലൂടെയാണ് ദൈവസാന്നിധ്യം അനുഭവിക്കുന്നത്, ദൈവത്തെക്കുറിച്ച് അറിയുന്നത്. പഠനമല്ല, പഠനം 1-ാമത്തെ സ്റ്റെപ്പ്. ആ പഠനം അനുഭവത്തിലേക്ക്, എക്സ്പീരിയൻസിലേക്ക് മാറ്റണം. അതിനാൽ സുവിശേഷത്തെക്കുറിച്ച് ആഴമേറിയ പരിജ്ഞാനം കൊലോസിലുള്ളവർക്ക് ലഭിച്ചു. അതാണ് കേട്ട് അറിഞ്ഞ നാൾ മുതൽ. അതുകൊണ്ടാണ് ഫലമുണ്ടായത്. ഇപ്പൊ കൃത്യമാണ്, ഞാൻ പറയാതെ തന്നെ എന്തുകൊണ്ടാണ് അനേകരുടെ ജീവിതത്തിൽ വരും കേൾക്കുന്നു പക്ഷെ ഫലമില്ല. ഒരാളോട് പറയാൻ പോലും പറ്റുന്നില്ല. കൃത്യമാണ് ഉത്തരം, അവർക്ക് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. ശരിക്കും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരു ചാർച്ചക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം കിടക്കുന്ന നരകത്തെ തീച്ചൂളയിലേക്കുള്ള യാത്രയിലാണെന്ന് അറിഞ്ഞാൽ ആ കുഷ്ഠരോഗികൾ പറഞ്ഞത് സദ്വാർത്ത ദിവസമാണ്, നമുക്ക് എങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയും? വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഇപ്പൊ സുവിശേഷത്തെക്കുറിച്ച് ആഴമേറിയ പരിജ്ഞാനം ഇവർക്ക് പ്രാപിച്ചു. ഉപരിതലത്തിലെ അറിവായിരുന്നില്ല. നമ്മുടെ പല കാര്യങ്ങളും സൂപ്പർഫിഷ്യലാണ്, മുകളിലുള്ള അറിവ് മാത്രമേ ഉള്ളൂ, ആഴത്തിലേക്ക് ഇറങ്ങുന്നില്ല. ഒരു കാര്യം വ്യക്തമായി അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, സുവിശേഷം അറിയാൻ കഴിയും. ഗോസ്പൽ ക്യാൻ ബി അണ്ടർസ്റ്റുഡ്. നമ്മൾ അറിഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്, ഇത് അറിയാൻ കഴിയും. എ പേഴ്സൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ നോളേജ് ഓഫ് ഗോഡ്. സുവിശേഷം അറിയാൻ കഴിയും. കൊലോസിലുള്ളവർ അതിനുള്ള തെളിവാണ്. അവരത് കേട്ട് അറിഞ്ഞു, അവർ കേട്ടു ഗ്രഹിച്ചു. എഫെസോസിലുള്ളവരെ കുറിച്ചും പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിച്ചതാണ്. എഫെസ്യർ 3-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തിൽ ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള വിവരണമാണ്. ചിലർക്കത് ഇഷ്ടപ്പെടാമെന്നില്ല, ഇഷ്ടപ്പെടണ്ട. ചില ദൈവം വെച്ച് നിൽക്കുമ്പോൾ ദൈവം ചോദിക്കും, ഇന്നൊരു ദിവസം ഇത് നിന്നോട് ഞാൻ പറഞ്ഞതാണ്,
നീ നശിക്കാൻ കാരണം ഈ പരിജ്ഞാനം നിഷേധിച്ചത് കൊണ്ടാണ്. ഈ പുസ്തകത്തിന് മുമ്പിൽ ഇരുന്നു നോട്ട് എഴുതി ഉദാഹരണം പറയുന്ന മനപ്പാടം പാഠങ്ങളൊക്കെ പഠിച്ചു, പക്ഷെ നീ ഇപ്പോഴും എന്നെ അറിഞ്ഞിട്ടില്ല. എഫേസ്യർ ലേഖനം 3-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തിൽ പൗലോസ് എഫെസോസിലുള്ളവരെ പ്രതീക്ഷിച്ചതാണ്, നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്കും ഗ്രഹിക്കാം. ഒറ്റ ആയുസ്. ഇപ്പൊ എത്ര വയസ്സായി? കേൾവി പഴയതുപോലെ ഉണ്ടോ? കണ്ണ് പിടിക്കുന്നുണ്ടോ? വായിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ബോധമണ്ഡലത്തിൽ വായിക്കുന്ന വാക്യങ്ങൾ സംഗ്രഹിക്കാനുള്ള പ്രാപ്തി ഇപ്പോഴും ഉണ്ടോ? വീണ്ടും ഓർത്ത് ധ്യാനിക്കാനുള്ള കഴിവുണ്ടോ? ഇതെന്നും ഇങ്ങനെ ഉണ്ടാകില്ല. ദൈവജനമായിട്ട് കൂടുതൽ ഇടപെട്ടാൽ കുറച്ചുകാലം കൂടെ കൂടുതൽ കിട്ടും. ലോകത്തിന്റെ കാര്യങ്ങൾ വ്യാപരിക്കുന്നെങ്കിൽ ഓർമ്മ താനേ കെട്ടുപോകും. ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ ശരീര അവയവങ്ങൾ ദൈവത്തിന്റെ കാര്യത്തിൽ ഉപയോഗിച്ചാൽ അത് കുറച്ചും കൂടെ നിലനിൽക്കും. നിങ്ങളത് വായിച്ചാൽ 1-2 അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിന്റെ അനുഗ്രഹത്തെ കുറിച്ച് എഴുതിയിട്ട് പറഞ്ഞു, നിങ്ങളത് വായിച്ചാൽ. അപ്പൊ നമ്മുടെ ഭാഗത്തുള്ള ഉത്തരവാദിത്വം എന്താണ്? നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മം. നമ്മൾ വാക്യങ്ങൾ അറിയാം, പക്ഷെ മർമ്മം അറിയാമോ? ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം ഞാൻ ആർക്കും കൊടുക്കില്ല, ഒളിച്ചു വെക്കുക എന്നല്ല പറഞ്ഞത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എഴുതിയിരിക്കുന്ന അന്തസ്സത്തെ എനിക്ക് വായിക്കാൻ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ വായിക്കണം. വായിക്കുമ്പോൾ ദൈവാത്മാവുള്ള ദൈവമക്കളാണെങ്കിൽ അതേ ദൈവാത്മാവ് കാണിച്ചു കൊടുക്കും. ദാഹിക്കുന്നവന്റെ ദൈവം തൃപ്തിപ്പെടുത്തും. നമുക്ക് ആഹാരം തന്ന ദൈവം, ശ്വാസം തന്ന ദൈവം, വസ്ത്രം തന്ന ദൈവം, പാർപ്പിടം തന്ന ദൈവം നമുക്ക് ഏറ്റവും വേണ്ട ആത്മീക ജ്ഞാനം തരാതിരിക്കും. നിക്ഷേപങ്ങളെ പോലെ തിരഞ്ഞ് അന്വേഷിക്കുന്നുവെങ്കിൽ അത് കണ്ടെത്തുമെന്നാണ് പറഞ്ഞത്. 2 കൊരിന്ത്യർ 1:13 പൗലോസ് അപ്പോസ്തലൻ എഴുതി ഇതേ കാര്യം തന്നെ എഴുതി. 2 കൊരിന്ത്യർ 1:13 നിങ്ങൾ വായിക്കുന്നതും ഗ്രഹിക്കുന്നതും അല്ലാതെ മറ്റൊന്നും ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നില്ല. നിങ്ങൾ വായിക്കുന്നതും ഗ്രഹിക്കുന്നതും. സ്വയം ചോദിക്കേണ്ട ചോദ്യം, വായിക്കുന്നത് ഞാൻ ഗ്രഹിക്കുന്നുവോ? ഷണ്ണനോട് ഫിലിപ്പോസ് ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? ഞായറാഴ്ച കേട്ട പ്രസംഗം മനസ്സിലായോ? ചൊവ്വാഴ്ച കേട്ട ക്ലാസ് മനസ്സിലായോ? തലകുലുക്കി. ദൈവത്തിന് മുമ്പിൽ ചിന്തിക്കുമ്പോൾ ദൈവം ചോദിക്കും, ഇന്ന ദിവസത്തെ ക്ലാസ് എന്തായിരുന്നു? അതിന്റെ ജീവിതത്തിൽ എന്ത് അനുഭവം ഉണ്ടായി? എന്ത് നീ ഉപേക്ഷിച്ച്, എന്ത് കൂട്ടിച്ചേർത്ത്, എന്ത് തീരുമാനമെടുത്തു? ആ തീരുമാനം എടുക്കണമെങ്കിൽ ഉപേക്ഷിക്കണമെങ്കിൽ കേട്ടത് എന്തെന്ന് അറിയണം. അന്ത്യന്യായവിധിയിൽ നമ്മൾ പോയി നിൽക്കുമെന്നുള്ള സത്യം നമ്മൾ പഠിച്ചിട്ട് ഇപ്പോഴും ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം, നീ ഒന്നും കേട്ടിട്ടില്ല, അവിടെ ഇരുന്നു, തലയെ കുലുക്കി ഇരുന്നു, പക്ഷെ ഒന്നും നീ കേട്ടില്ല. ഞാൻ പറഞ്ഞത് നിന്നോട് ഞാൻ ഇടപെട്ടത് നീ കേട്ടില്ല. കേട്ടെങ്കിൽ അവിടെ വെച്ച് നീ ഉപേക്ഷിച്ചേനാണ്. നമ്മൾ കേൾക്കുന്നില്ല. പുതിയ രീതിയിൽ ബൈബിൾ വായിക്കേണ്ടിയിരിക്കുന്ന ദൈവമക്കളെന്ന് പറയുന്നവർ ബൈബിൾ സ്റ്റഡി ശരിയായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ബൈബിൾ സ്റ്റഡി? നിങ്ങൾ വായിക്കുന്നതും ഗ്രഹിക്കുന്നതുമല്ലാതെ മറ്റൊന്നും ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നില്ല. ഇപ്പൊ ദൈവത്തിന്റെ പരിജ്ഞാനം നമ്മൾ എത്തുന്നത് വചനം വായിക്കുന്നതിലൂടെ കേൾക്കുന്നതിലൂടെയാണ്. യോഹന്നാൻ 8-ാം അധ്യായം 31-32 വാക്കിൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ സത്യം അറിയുകയും. ഇപ്പൊ സത്യം അറിയാൻ കഴിയും. എവിടെയാണ് സത്യം? സത്യം എന്താണ്? പീലാത്തോസിന്റെ പുറകെ ഇങ്ങനെ വരിവരയോട് ചോദിക്കുകയാണ്, എവിടെയാണ് സത്യം? സത്യം എന്താണ്? സത്യം ആപേക്ഷികമാണോ? അവിടെ സത്യം, ഇവിടെ മറ്റൊരു സത്യം. സത്യത്തിനൊരു പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമുണ്ടോ? ഒരു കൂട്ടർക്ക് സത്യം, വേറെ കൂട്ടർക്ക് തെന്മ, ഒരു കൂട്ടർക്ക് ശരി, വേറെ കൂട്ടർക്ക് തെറ്റ്. സത്യം ഇങ്ങനെ ഓരോ സാഹചര്യം അനുസരിച്ച് മാറി മറിയുന്നതല്ലേ? ആര് പറഞ്ഞു? സത്യം അബ്സല്യൂട്ടാണ്, സത്യം പരമമാണ്. കോടാനുകോടി വർഷം കഴിഞ്ഞാലും സത്യം എന്നും സത്യമാണ്. ദൈവം സത്യമാണ്, വചനം സത്യമാണ്, ക്രിസ്തു സത്യമാണ്, രക്ഷ സത്യമാണ്, സ്വർഗം സത്യമാണ്. അതിന് മാറ്റമില്ല. ലോകം കിടന്ന് എത്ര തലകുത്തി മറിഞ്ഞാൽ സത്യമെന്നും സത്യമാണ്. ആകാശം ഭൂമി കഴിഞ്ഞു പോകും, കത്തിപ്പോകും, സത്യം നിൽക്കും. സത്യം അത് വളരെ പ്രധാനമാണ്. നിങ്ങൾ സത്യം അറിയും. എന്ത് ചെയ്താൽ? എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ. ദൈവവചനവുമായി ശരിയായ ബന്ധമുള്ളവർക്ക് സത്യം അറിയാം. ഇതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സത്യം അറിയണം. സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ദൈവം ആരെ നിർബന്ധമായി തലയിൽ സൂചി കൊണ്ട് ദൂരമിട്ട് തലയിൽ കുത്തി നിറക്കില്ല. സത്യം അത് വചനത്തെ അന്വേഷിച്ച് കണ്ടെത്തിയാൽ, അന്വേഷിച്ച് വായിച്ചാൽ നിങ്ങൾ സത്യം കണ്ടെത്തും. സത്യം കണ്ടെത്താൻ കഴിയും. ഞാനത് കണ്ടെത്തുന്നില്ലെങ്കിൽ പ്രശ്നം, കുറ്റം എന്റേതാണ്. ഞാൻ അന്വേഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല, അതിനുവേണ്ടിയുള്ള മുഖാന്തരം ബൈബിൾ പഠിക്കുന്നില്ല, വായിക്കുന്നില്ല, കേൾക്കുന്നില്ല. എനിക്ക് സത്യം അറിയാൻ പറ്റില്ല. ഞാൻ ഓടി നടന്നു, ദൈവത്തെ തേടി ഞാൻ അറിഞ്ഞു. എവിടെ തേടി നടന്നു? തേടി നടന്നെങ്കിൽ നീ കിട്ടിയല്ല ദൈവത്തെ അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റും. പക്ഷെ അന്വേഷിക്കണം. അത് വളരെ ദൈവത്തിന്റെ വാഗ്ദാനമാണ്. നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ സത്യം അറിയും. ഇപ്പൊ വചനം വെളിപ്പെട്ടു വന്നു.
വചനം ജഡമായി വന്നു. പ്രസംഗത്തിലൂടെ മാത്രം നിർത്താതെ ഇറങ്ങി നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങോട്ട് നോക്കി, എൻ്റെ മുഖത്തേക്ക് നോക്കി, അവൻ്റെ കൂടെ നടത്തി, നിന്റെ കൂടെ വാ. കൂടെ നടന്നവർ അവസാനം പറഞ്ഞു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായ തേജസ്സായി കണ്ടു എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവം വെളിപ്പെട്ട മനുഷ്യാവതാരം എടുത്തു എന്ന കർത്താവേശയുടെ നടുവിൽ പ്രവർത്തിക്കുകയും ഇടപെടുകയും സംസാരിക്കുകയും മാത്രമല്ല, അവർക്ക് തന്നെ നോക്കുവാൻ, തന്നെ കാണുവാൻ തന്നെ അവസരം കൊടുത്തു. താൻ മറച്ചു വെച്ചില്ല, തന്നെ ദൈവികമായ തേജസ് മറച്ചു വെച്ചില്ല, ഒരു കർട്ടനിട്ട് മൂടി വെച്ചില്ല. നിങ്ങൾ എന്നെ കാണണ്ട, ഇപ്പൊ നിങ്ങൾക്ക് എന്നെ നോക്കാൻ കഴിയുക, എന്നെ നോക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരച്ച പടത്തെ നോക്കാനല്ല, എൻ്റെ പ്രവൃത്തി, എൻ്റെ സ്വഭാവം, എൻ്റെ വാക്കുകൾ, എൻ്റെ ഇടപാടുകൾ, എൻ്റെ സംസാരം, എൻ്റെ ആലോചന, എൻ്റെ തീരുമാനങ്ങൾ, നിലപാടുകൾ, ഒരു സാഹചര്യം ഞാൻ ഇടപെടുന്ന വിധങ്ങൾ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ആരാണ്. ഇതൊക്കെയാണ് നഷ്ടപ്പെടുക. ഇന്ന് 75 വയസ്സായി, എനിക്ക് ഉദാഹരണമാണ്. 90 വയസ്സായി, ഇപ്പോൾ ബുദ്ധി, ഓർമ്മയില്ല, ഒന്നുമില്ല. 10ാമത്തെ വയസ്സ് സ്നാനപ്പെട്ടതാണ്. ഇത്ര വർഷം എന്ത് ചെയ്തു? ബൈബിൾ ഉണ്ടായിരുന്നല്ലോ. ആരും വേണ്ട, നമ്മുടെ ചുറ്റും എല്ലാവരും എന്നെ തെറ്റായി പഠിപ്പിച്ചു തന്നാൽ എൻ്റെ കയ്യിൽ ബൈബിൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കയ്യിലുണ്ടല്ലോ. അതൊന്നും ഞാൻ വായിച്ചില്ല, നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വായിച്ചില്ല. നീ ബോധത്തിനെ നിലവിളിക്കുകയും വിവേകത്തിന് ശബ്ദം ഉയർത്തുകയും ചെയ്താൽ ദൈവം പരിജ്ഞാനം തരുമെന്നല്ലേ പറഞ്ഞ സദൃശവാക്യം 2. അപ്പൊ ഞാൻ അറിയാത്തതിന്റെ കുറ്റക്കാരൻ ദൈവമല്ല, ഞാൻ ആയിരിക്കുന്ന സഭയല്ല, ഞാൻ തന്നെയാണ്. ഇപ്പൊ വചനം വെളിപ്പെട്ടു വന്നു, വചനം ജഡമായി വന്നു. പ്രസംഗത്തിൽ മാത്രം നിൽക്കാൻ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നു. പ്രസംഗം മാത്രമാണെങ്കിൽ എനിക്ക് കേൾവിക്കുറവുണ്ട്, നമ്മുടെ നടുവിൽ ജഡരൂപത്തിൽ വന്നു. ആ ദേശം മുഴുവൻ അത് കേട്ടു. രാത്രി വരെ ആൾക്കാർ യേശുവിന്റെ അടുക്കൽ വന്നു. അവർക്ക് മനസ്സിലായൊരു വ്യത്യാസം. പരീശന്മാരും നേതാക്കന്മാരും അവരുടെ മത ആചാര്യന്മാരിൽ നിന്ന് വ്യത്യസ്തനായ യേശുവിനെ അവർ കണ്ടു. ജനങ്ങളെല്ലാം കാന്തം ആകർഷിക്കുന്ന പോലെ കർത്താവിലേക്ക് പ്രാണൻ, ആത്മാവ് ആകർഷിക്കപ്പെടുമ്പോൾ എന്താ നമ്മുടെ ആത്മാവ് ആകർഷിക്കപ്പെടാത്തത്? കർത്താവിലേക്ക് നമ്മുടെ ഹൃദയം, ആത്മാവെന്താ ആകർഷിക്കപ്പെടാത്തത്? നമ്മൾ മനുഷ്യരല്ലേ, ദൈവഛായ സൃഷ്ടിച്ച മനുഷ്യരല്ലേ, നമുക്കെന്താ വചനത്തോട് താല്പര്യമില്ലാത്തത്? മൃഗങ്ങൾക്കില്ല, മൃഗങ്ങൾക്ക് വേറെ ചില കഴിവുകളുണ്ട്. മനുഷ്യരെ നമുക്ക് എന്തുകൊണ്ടാ വചനത്തോടും വചന വായനയോടും പ്രാർത്ഥനയോടും താല്പര്യമില്ലാത്തത്? ഇപ്പോൾ മനുഷ്യരല്ലേ, ദൈവഛായ സൃഷ്ടിക്കേണ്ട മനുഷ്യരാണെങ്കിൽ ദൈവത്തിന്റെ കാര്യത്തിൽ ന്യായമായിട്ട് താല്പര്യം വേണ്ടേ? There is basically something wrong. എന്താണെന്ന് കണ്ടെത്തണം. ഏറ്റവും നല്ല ചികിത്സ തേടണം. എൻ്റെ ചായ്വ് എന്തിനോടാണ്? വെറും ജഡത്തിന്റെ താൽക്കാലിക സുഖഭോഗങ്ങൾക്ക് വേണ്ടിയാണോ? ഇത് ആത്മീകമായ കാര്യങ്ങൾക്കാണ്. സത്യം അറിയാൻ ആഗ്രഹിച്ച ദൈവം വാഗ്ദാനം ചെയ്തു, പ്രോമിസ് ചെയ്തു, നിങ്ങൾ സത്യം അറിയും. ആഗ്രഹിക്കും. അതിന്റെ വചനം വെളിപ്പെട്ടു വന്നു. അതേസമയത്ത് എഫേസ്യർ 4:17-18 വായിച്ച് അവസാനിപ്പിക്കാം. ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. ബുദ്ധി വ്യർത്ഥമായി പോയി. ബുദ്ധി ജ്ഞാനം അന്വേഷിക്കേണ്ട ഇടത്തിൽ അന്വേഷിക്കുന്നില്ല. നമ്മൾ ജ്ഞാനം വർദ്ധിക്കുന്ന യഹോവ ഭക്തിയാലാണ്. ദൈവത്തിലുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ. ഏറ്റവും വലിയ സബ്ജക്ട് ഓഫ് സ്റ്റഡി ദൈവമാണ്. ഒരു മനുഷ്യൻ പഠിക്കേണ്ട അവന്റെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കണം. അത് കൃത്യമായ ഹൃദയത്തിൽ, ജീവിതത്തിൽ അത് കൃത്യമായി പ്രതിഷ്ഠിക്കണം ദൈവത്തെ. ബാക്കി ഏത് കോളേജിലും ഏത് യൂണിവേഴ്സിറ്റിയിലും പഠിച്ചോ, പക്ഷെ ദൈവത്തിന്റെ സ്ഥാനം വിട്ടുകൊടുക്കരുത്. ഏത് പ്രൊഫസറും തലകുത്തി പറഞ്ഞാലും ദൈവത്തിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം കൈവിടരുത്. പാപികളായ മനുഷ്യർ എഴുതിയ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പാപികളായ മനുഷ്യരാണ്. നമ്മുടെ സ്പിരിച്വൽ ലൈഫിന് അവർക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല, വഴിതെറ്റിക്കുക മാത്രം. ദൈവവചനം വായിക്കണം. ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ ഇനി നിങ്ങൾ നടക്കരുത്. സ്നാനപ്പെട്ട ദൈവമക്കളോട് പറയുകയാണ്. അവരെന്താണ്? അവർ അന്ധബുദ്ധികളാണ്. ബുദ്ധിക്ക് വെളിച്ചമില്ല, അവർക്ക് തലയിൽ പ്രകാശമില്ല, ബുദ്ധിക്ക് വെളിച്ചമില്ല. അവരുടെ ബുദ്ധി അന്ധമാണ്, ഇരുട്ടാണ്. അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം. അവർക്ക് അറിവില്ല, ജ്ഞാനമില്ല. ജ്ഞാനം ദൈവമക്കൾക്ക് ആത്മാവിലൂടെ നൽകുന്നതാണ്. അജ്ഞാനം നിമിത്തം, ഹൃദയ കാഠിന്യം നിമിത്തം. ഇവിടെ ഹൃദയം കാഠിന്യമാണ്, കട്ടിയാണ്, തൊട്ടാൽ അറിയില്ല, സ്പർശന ഭാഗ്യമില്ല. അവർ ഇടപെടുന്നത് അനുഭവിക്കാൻ പറ്റില്ല. ഇവിടെ ദൈവത്തിന് അവരെ സൗഖ്യപ്പെടുത്താൻ പറ്റുന്നില്ല. കേൾക്കുന്ന വചനമനുസരിച്ച് പ്രതികരിക്കാതിരുന്നാൽ ഹൃദയം കട്ടിയാകും. ഒരു നിലത്ത് കുറേ നേരം നടന്നു കഴിഞ്ഞാൽ നിലം കട്ടിയാകും, അവിടെ തൊട്ടാൽ അറിയില്ല. നമ്മൾ കേൾക്കുന്ന വചനമനുസരിച്ച് ഒരു മാറ്റം പോലും, ഒരു പ്രാർത്ഥന പോലും, ഒരു ഉപേക്ഷ പോലും, മാനസാന്തരം പോലും, അനുതാപം പോലും ഇല്ലെങ്കിൽ ആ ഹൃദയം കട്ടിയായി കൊണ്ടിരിക്കും.
ചില ജീവിതങ്ങളിൽ ദൈവം എങ്ങനെയാണ് ഇടപെടുന്നത്? അല്പം അല്പമായിട്ട് അവർ വചനം നിരസിക്കുമ്പോൾ ഹൃദയം കട്ടിയായി ഒരു അന്ധബുദ്ധികളെ അജ്ഞാനത്ത ഹൃദയകാഠിന്യം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയതാകിയാൽ. അപ്പോൾ ഇവിടെ കൊലോസ് സഭയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടു, they understood the need to teach God's grace to others. ആദ്യം അവർ അറിഞ്ഞു ദൈവകൃപ എന്താണ്, അറിഞ്ഞ് അവർക്ക് മനസ്സിലായി ഇത് മറ്റുള്ളവരും അറിയേണ്ട കാര്യമാണ്. കർത്തരുടെ സഭ സുവിശേഷ വേലയിൽ നിന്ന് തളർന്നു പോയതിൻ്റെ പരാജയപ്പെട്ടതിൻ്റെ കാരണം, ഒന്നാമത്തെ കാരണം ഇതാണ്: ദൈവമക്കളെന്ന് പറയുന്ന മിക്കവർക്കും അവർക്ക് കിട്ടിയ കൃപയുടെ മൂല്യം അറിയില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സേഫായി. ഇത് മറ്റുള്ളവരെന്താ? ഇല്ല, നീയും സേഫ് അല്ല, നിന്നെ ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോകില്ല. മറ്റു ആത്മാക്കൾക്ക് വേണ്ടി നീ കരുതുകയോ ചിന്തിക്കുകയോ ഒരു ട്രാക്റ്റ് പോലും കൊടുക്കുകയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യാത്ത നിന്നെ ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോകില്ല. അപ്പൊ നിന്നെ എന്തിനാ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു? നിന്നെ ഞാൻ രക്ഷിച്ചത് അവിടെ ഒരു ജോലി ചെയ്യാനാണ്, എൻ്റെ സാക്ഷിയായി നിൽക്കാനാണ്, എനിക്ക് വേണ്ടി സംസാരിക്കാനാണ്, എൻ്റെ സത്യത്തിൻ്റെ പ്രഘോഷണത്തിന് വേണ്ടിയാണ്. നീ അല്ല രക്ഷിക്കുന്നത് ഞാനാണ്. പക്ഷെ നീ വിത്ത് വിതയ്ക്കണമായി. നീ വിത്ത് വിതച്ചില്ല. ഒരു കുറ്റം നമ്മുടെ പുറത്താണ്. നമുക്ക് ആരെയും രക്ഷിക്കാൻ പറ്റില്ല. രക്ഷിക്കുന്ന ദൈവമാണ്. അപ്പൊ നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ കൊലോസിലെ വാക്യം വെച്ച് അവസാനിപ്പിക്കും. നിങ്ങൾ ദൈവകൃപ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ. നിങ്ങൾ കേട്ട് അറിഞ്ഞ് യഥാർത്ഥമായ വാക്കുകൾ പിന്നീട് വരും. പലരും കേൾക്കുന്നുണ്ട്, പക്ഷെ ശരിക്കും യഥാർത്ഥമായിട്ട് കേൾക്കുന്നില്ല. കേൾക്കുക എന്ന വാക്ക് വളരെ പ്രധാനമാണ്. നിങ്ങൾ കേട്ടു 4 സ്ഥലത്തുണ്ട് ഈ പുസ്തകത്തിൻ്റെ. ഒന്നാമത് പറയുന്നത് കേൾക്കാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാർ. ഇന്ന് സായനത്തിലെ ക്ലാസ്സിൽ ദൈവം നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യമുണ്ട്. ഞാൻ കസേരയിലിരുന്നു, ബൈബിൾ തുറന്നു വെച്ചു. അതല്ല, കേട്ടോ ദൈവം പറഞ്ഞു. ഇവർ കേട്ട് അറിഞ്ഞ നാൾ മുതൽ. ഇനി അടുത്തെന്താണ്? നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചു വരും. അവരെ കേട്ടറിഞ്ഞ കാര്യം മറ്റുള്ളവരിലേക്ക് വിതറുകയാണ്. എന്തുകൊണ്ടാണ് അവർക്ക് വിതറാൻ സാധിച്ചത്? അവർക്ക് മനസ്സിലായി. അവർക്ക് കിട്ടിയത് കൃപയാലാണ്. ഒരു രക്ഷിക്കപ്പെട്ടത് കൃപയാലാണ്. എൻ്റെ ബന്ധുക്കളും ചാർച്ചക്കാരും വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരും ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രാണപ്രിയ, എൻ്റെ പ്രാണസ്നേഹിതൻ, എൻ്റെ മറ്റേവരും, എൻ്റെ മറിച്ചവരും, ഉറ്റവരും, ഉടയവരും, അവർ നരകത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ പാർട്ടി നടത്തിയിരിക്കാൻ പറ്റുമോ? നരകത്തിൻ്റെ നമ്മൾ പഠിക്കും നരകത്തെക്കുറിച്ച്, ഹൊറർ ഓഫ് ഹെൽ, നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച് നമ്മൾ പഠിക്കും. ആ ക്ലാസ്സിൽ തയ്യാറാക്കിയ സുവിശേഷ വേലയെക്കുറിച്ചുള്ള താല്പര്യം അല്പമെങ്കിലും ഉണ്ടാകാൻ വേണ്ടിയാണ്. നമ്മുടെ പലരും പോകുന്നത് നരകത്തിൻ്റെ തീച്ചുളയിലാണ്. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ചോദിച്ചു, ബന്ധങ്ങൾ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. മരണത്തിന് ശേഷം ഒരു ബന്ധവുമില്ല. കണ്ടാൽ അറിയാൻ പരിചയമുണ്ടാകും, പക്ഷെ ബന്ധമില്ല. ഭാര്യഭർത്തൃ ബന്ധമില്ല അവിടെ. പലരും പോകുന്ന നരകത്തിലേക്ക്. അവർ പോകുന്നതിന് മുമ്പ് നമുക്കൊരു അവസരമുണ്ട്. അവരെ ഒന്ന് ഓർമ്മിപ്പിക്കുക, അവരെ ഒന്ന് അറിയിക്കുക, തിരുത്താനായിട്ട് അവരോട് പറയുക. ദൈവം ഇടപെടാതെ അവർ തിരുത്തില്ല. പക്ഷെ നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ടത് ചെയ്തിരിക്കണം. നമ്മുടെ കടം വീട്ടിയിരിക്കണം. കടക്കാരെ ആരും ദൈവം കൊണ്ടുപോകില്ല. ആത്മികമായി നമ്മുടെ കടങ്ങൾ വീട്ടിരിക്കണം. പൗലോസ് റോമനത്തെ കൃത്യമായി പറയും, നിങ്ങൾക്ക് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് എൻ്റെ കടമാണ്. എനിക്ക് ദൈവം കിട്ടി തന്ന അറിവ്, ഈ ആത്മിക പരിജ്ഞാനം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് എൻ്റെ കടമാണ്. ഞാൻ നിങ്ങളുടെ കടക്കാരനാണ്. ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. ഇതൊന്നും നമ്മളെക്കുറിച്ചിട്ടൊന്നും യാതൊരു വിധത്തിൽ ബന്ധമില്ല. ഇതിനൊന്നും ഇത് പൗലോസ് അപ്പോസ്തലൻ. അവസാന ന്യായ ദിവസത്തിൽ പിന്നെ സമയം, നമ്മൾ കേട്ടതുപോലെ ടൈം ഔട്ട്, സമയം കഴിഞ്ഞു, നമ്മുടെ പേപ്പർ തിരിച്ചു വാങ്ങും, മാർക്കിടുമ്പോൾ പൂച്ചി, ഇത്ര നേരം കുത്തിയിരുന്ന് എഴുതിയത് എല്ലാം തെറ്റായി ഉത്തരം. ദൈവം ഇടവരുത്താതിരിക്കട്ടെ, ദൈവങ്ങളെ സഹായിക്കട്ടെ. ഒരു പ്രാർത്ഥന. മഹാപരിശുദ്ധനും വിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവം, അങ്ങയുടെ വചനത്തിനായിട്ട് നോക്കി ഇരുട്ട് നിറഞ്ഞ ലോകത്തിൻ്റെ നടുവിൽ മനുഷ്യകുലത്തിന് അങ്ങ് നൽകിത്തന്ന ആത്മീകമായ സ്വർഗീയമായ പ്രകാശം, ആ വചനത്തിലൂടെ ഞങ്ങൾക്ക് പാതകൾ പ്രകാശമാക്കി തരുന്നതിനായിട്ട് നന്ദി. ഞങ്ങളുടെ ജീവിതത്തോട് ഇടപെടുന്നു. ഞങ്ങൾ അറിയേണ്ടത് ഞങ്ങളോട് പറയുന്നു. ചിലത് ശാസന രൂപത്തിലാകാം, ഗുണീകരണമാകാം, തർജ്ജനമാകാം, സ്നേഹത്താലാകാം. പക്ഷെ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളോട് പ്രകാരം ഇടപെടുന്നത്.
എന്താണ് ദൈവമേ ഞങ്ങൾ ഇന്ന് കേട്ടത് എന്ന് ഞങ്ങൾ വാസ്തവത്തിൽ കേട്ടുവോ എന്ന് അന്വേഷിപ്പാൻ, അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിക്കും. ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ ബലഹീനതകളും, കുറവുകളും, ഉദാസീനതകളും, നിസ്സാര മനോഭാവങ്ങളും എല്ലാം മാറ്റി കാലം സമീപിക്കുന്നത് കാണുമ്പോൾ അധികമായി ഞങ്ങൾ അങ്ങയെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ വ്യാപരിക്കുവാൻ, ആത്മാക്കളെക്കുറിച്ച് എരിവുള്ളവരാകാൻ, നശിച്ചു പോകുന്ന ആത്മാക്കളുടെ നടുവിൽ ഞങ്ങൾക്ക് കിട്ടിയ ഈ കൃപയെക്കുറിച്ച് ഓർക്കുവാൻ, മനസ്സിലാക്കാൻ, യഥാർത്ഥമായി അറിയുവാൻ, അറിഞ്ഞ അറിവ് മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കാനുള്ള ആ ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാവർക്കുമായിട്ട് നന്ദി. ഇവിടെ ജീവിതത്തോട് അങ്ങ് ഇടപെട്ടതിനായിട്ട് നന്ദി. അനേകർക്ക് ഈ സന്ദേശം കേൾക്കുവാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിന് മഹത്വമെടുക്കണം, കുറവുകൾ കുറ്റങ്ങളെല്ലാം പൊറുക്കണം. രോഗികളായിരിക്കുന്നവരോട് പ്രാർത്ഥിക്കുന്നു, ദൂരദേശത്തായിരിക്കുന്നവരോട് പ്രാർത്ഥിക്കുന്നു, പല ഭവനങ്ങളിലും മറ്റുമായിരുന്നു വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. അങ്ങ് എല്ലാവരോടും ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹത്തിനായിട്ട് നന്ദി, കൃപകൾക്കായി നന്ദി, ക്രിസ്തു യേശുവിനായി നന്ദി, സുവിശേഷത്തിനായി നന്ദി, ആത്മാവിനായിട്ട് നന്ദി, സഭയ്ക്കായി നന്ദി. കർത്താവ് യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ക്രിസ്തു യേശുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും ഇന്ന് പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന ഈ വചനം കേട്ട എല്ലാ ജീവിതങ്ങളുടെ മേലും എപ്പോഴും നേക്കി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു.